പെഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ദേശദ്രോഹം ചുമത്തിയാണ് എഫ്ഐആർ. അങ്ങനെ ദേശീയ വിരുദ്ധത പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ കേസായിട്ടുണ്ട് രാജ്യദ്രോഹ കുറ്റത്തിന്. കൊട്ടാരക്കര പോലീസാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അതിനൊരു ശിക്ഷാവിധി വരുന്നത് ജീവപര്യന്തം എന്നുള്ള രീതിക്കാണ്. അപ്പോൾ എന്തായാലും FBയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടൊക്കെയാണ് ആശാൻ പോയിരിക്കുന്നതെന്ന് പറഞ്ഞത്. അതായത് ഈ പറയുന്ന ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുണ്ട്, ജാമ്യം കിട്ടുമെന്ന് നോക്കട്ടെ, കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ഇതിലും ശക്തമായിട്ട് പാർக்கலாம் എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നതെന്ന് പറഞ്ഞത്. അതിനിടയിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളെയും അപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രശ്നം ഇതിനകത്ത് ട്രംപ് വന്നു എന്നുള്ളതാണ്. കാരണം സ്വന്തം രാജ്യത്തിലുള്ള ഈ പറയുന്ന ഡിഫൻസോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയമോ ഒന്നും പറയുന്നതൊന്നും അദ്ദേഹത്തിന് ബാധകമായിട്ടുള്ള കാര്യമില്ല. അദ്ദേഹത്തിന് ട്രംപ് പറയുന്ന കാര്യത്തിലാണ് വിശ്വസ്തത കൂടുതലെന്ന് പറയുന്നത്. അപ്പം അത് മുറുകി പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് ബാക്കി വന്നിട്ട് കാണിച്ചു തരാമെന്നുള്ള രീതിക്കൊക്കെ വെല്ലുവിളിച്ചു ഇപ്പോഴും പഠിക്കാത്ത രീതിക്കാണ് പോയിരിക്കുന്നതെന്ന് പറയുന്നത്. എത്രമാത്രം ഈ പറയുന്ന രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യമാണ്. രാജ്യം ഏറ്റവും ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ രാജ്യത്തിലുള്ള ഓരോ പൗരന്മാരും രാജ്യത്തൊപ്പം നിൽക്കേണ്ടതാണ്. അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കേണ്ട ആൾക്കാരാണ് നമ്മളെന്ന് പറയുന്നത്. ആ സമയത്താണ് രാജ്യത്തെ പോലും പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് തന്നെ പോകും. അതും ഇത്രയും ശക്തമേറിയ ഒന്ന്. നമ്മുടെ ഈ പറയുന്ന പാകിസ്ഥാൻ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് പോയതിനു ശേഷം തൊട്ട് അപ്പം തൊട്ടേ പാകിസ്ഥാനിൽ തുടങ്ങിയ പ്രശ്നമാണ് ഈ ബലൂചിസ്ഥാനും പാകിസ്ഥാൻ ആ ഒരു കാര്യം. ആ പ്രവിശ്യ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് തന്നെ പ്രഖ്യാപിക്കണം എന്ന തരത്തിലേക്കുള്ള അവരുടെ സായുധ വിപ്ലവം അല്ലെങ്കിൽ അവിടുത്തെ വിഘടനവാദികൾ ഉണ്ടായിട്ടുള്ള പ്രശ്നവും അങ്ങനെ കുറേയധികം കാര്യങ്ങൾ. ഇതിനിടയിൽ തന്നെ നടന്നിട്ടുള്ള വേറെ പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന പാകിസ്ഥാൻ പട്ടാളം പൊയ്ക്കൊടുന്ന ട്രെയിനിന്റെ ഒരു ബോഗി തന്നെ ഈ പറയുന്ന അവിടുത്തെ ബലൂചിസ്ഥാൻ വിഘടനവാദികൾ അവർ പിടിച്ചെടുത്തിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പഹൽഗാം ഇഷ്യൂ നടക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ പ്രശ്നത്തെക്കുറിച്ച് വാർത്തകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാകുമ്പോഴാണ് ഇത് ഈ പറയുന്ന നമ്മുടെ ഒരു പ്രധാനമന്ത്രിയുമായി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ബലൂചിസ്ഥാന് പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഭീകരവാദം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എതിരെ ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയാണ് എന്ന തരത്തിലൊക്കെ ഒന്നും ചിന്തിക്കാതെ ബിഗ് ബോസിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പച്ചക്കറി തന്ത്രം പറയുന്നത് പോലെ വന്നിരുന്നിട്ട് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യം പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അത് ലൈവിൽ വന്നിരുന്നു നേരത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നതാണ്, എന്നിട്ടാണ് അത് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അപ്പോഴെങ്കിലും നോക്കാമായിരുന്നു താൻ ഈ പറയുന്നത് എന്താണെന്നുള്ളത്. ലൈവായിട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അത് വന്ന് മുക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. എന്നിട്ടും വീണ്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റ് പറ്റിപ്പോയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങൾ അതേപോലെ തന്നെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ആ രാജ്യത്തിൽ യാതൊരു അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഈ പറയുന്ന ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ യാതൊരു തരത്തിലുള്ള ഡെവലപ്മെന്റ് നടക്കാത്ത ഒരു സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും അവർ പാകിസ്ഥാനെതിരെ തിരിയുന്നുള്ളത് അത് അവിടെ നമുക്ക് സംഭവമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൂടെ. അവർക്ക് റോഡ് അല്ലെങ്കിൽ പാർപ്പിടം അല്ലെങ്കിൽ ഈ പറയുന്ന ജലം ഇങ്ങനെ വൈദ്യുതി അങ്ങനെ കുറേ കാര്യങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ്. അതേസമയം ഞാൻ പറഞ്ഞ കാര്യമാണ് അവിടെ ഈ പറയുന്ന പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര വൻതോതിലുള്ള ഒരു സ്ഥലമാണ്. ഈ ബലൂചിസ്ഥാൻ വലിയൊരു പ്രവിശ്യയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന ചൂഷണം ചെയ്യുന്നുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ എന്ന് പറയുന്ന അവരോട് അല്ലെങ്കിൽ ആ ഒരു സൈനികർക്കായാലും ഈ പറയുന്ന അവിടുത്തെ ഗവൺമെന്റിനോ എതിരായാലും എത്രയോ കാലം മുന്നേ തിരിഞ്ഞതാണ് ബലൂചിസ്ഥാനുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ആർമി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അഖിൽ മാരാർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കാളും മുന്നേ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അവിടെയും ഇവിടെയും കേട്ടൊരു കാര്യം, അതായത് ഈ ഒരു പ്രശ്നം പഹൽഗാം ഇഷ്യൂ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബലൂചിസ്ഥാന്റെ പേരൊന്നും വാർത്തയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ബലൂജികൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പാകിസ്ഥാനെതിരെ തിരിയുകയും ഇന്ത്യക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ വാർത്തയിലൂടെ കേട്ടറിഞ്ഞതാണ്. അത് എന്തുകൊണ്ടാണെന്ന് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. കാരണം പാകിസ്ഥാൻ അവരുടെ ശത്രുവായിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പാകിസ്ഥാനെതിരെ ശത്രുവായിട്ട് മാറുന്ന ഇന്ത്യയുടെ സഹായം ഇതിനു മുന്നും ബലൂജികൾ നോക്കിയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ഇതുവരെ അത് കൊടുത്തിട്ടില്ലെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇതിൽ അവർക്ക് സ്വതന്ത്രമാവാൻ പറ്റുന്നൊരു തക്ക സ്ഥിതി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും കൂടുതൽ അവർ ഭീകരമായിട്ട് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ വാർത്തകളൊക്കെ ഭയങ്കരമായിട്ട് വാർത്തയിലൂടെ നമ്മളും കണ്ടതാണ്, അഖിൽ മാരാരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒറ്റ കാര്യം വെച്ചിട്ടായിരിക്കും ഒരു പക്ഷെ അദ്ദേഹം ഇതിലൂടെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞത്. പക്ഷെ ആ കണക്ട് ചെയ്ത് പറഞ്ഞ സമയത്ത് അതിൻ്റെ
ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ്, ഇന്നലെയോ പഹൽഗാം ഇഷ്യൂ നടക്കുന്ന സമയത്താണോ ഈ പറയുന്ന ബലൂജികൾ പാകിസ്ഥാനെതിരെ തിരിഞ്ഞതെന്നെങ്കിലും നോക്കാനുള്ള അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് എങ്കിലും ഈ പറയുന്ന അഖിൽ മാരാർ കാണിക്കണമായിരുന്നു. അതിലപ്പുറത്തേക്ക് ഇതാ ഇന്നൊരു വാർത്ത അല്ലെങ്കിൽ ഒരു കാര്യം വന്നിട്ടുണ്ട്. എത്ര പേര് വാർത്തയിലൂടെ ഇപ്പം അത് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഉച്ചതൊട്ട് ഞാനിപ്പോഴാണ് വാർത്ത കണ്ടത്. അപ്പം കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് സിന്ധു നദീജല കരാർ അത് റദ്ദാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ പോയിട്ടുള്ള നടപടി ഈ പറയുന്ന പിന്മാറ്റണം, അവർക്ക് വെള്ളം കൊടുക്കണം എന്ന തരത്തിലേക്ക് ഒരു അപേക്ഷയായിട്ട് പാകിസ്ഥാൻ ഇപ്പം ഒരു കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഖിൽ മാരാർ പറഞ്ഞ കാര്യം പാകിസ്ഥാനൊക്കെ കണ്ടിട്ട് പേടിച്ചോടി, ഇന്ത്യ മുട്ടുമടക്കി, ഇന്ത്യക്ക് ആത്മാഭിമാനമില്ല, പാകിസ്ഥാന്റെ മുന്നിൽ ഇന്ത്യ ഒന്നുമല്ല എന്ന് പറയുന്ന സമയത്ത് പാകിസ്ഥാൻ ഒരിക്കൽ പോലും ഇന്ത്യ പേടിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ചുമ്മാതെ വെള്ളം മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാകിസ്ഥാൻ വേറെ ഭാഷയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേൾക്കേണ്ട കാര്യമാണ്. കാരണം വെള്ളത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും കേട്ടൊരു കാര്യമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടെങ്കിൽ അത് കൃത്യമായും വെള്ളത്തിന് വേണ്ടി ആയിരിക്കുമെന്ന് നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ച സോഷ്യൽ ക്ലാസ്സിൽ പഠിച്ചു വെച്ചൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് നമുക്ക് വെള്ളത്തിന്റെ പ്രസക്തി എന്തെന്ന് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. വെള്ളമില്ലാതെ എത്ര കാലം എന്നുള്ള കാര്യം. അപ്പം ഒരു രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ഇത്ര പെർസെൻറ്റേജിൽ കൂടുതൽ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു കരാർ മരവിപ്പിക്കുന്ന സമയത്ത് അവിടെ എത്രത്തോളം ഈ പറഞ്ഞ ജലക്ഷാമം അല്ലെങ്കിൽ അവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ബാക്കി എല്ലാ കാര്യത്തിലും എത്രമാത്രം കാര്യങ്ങളിൽ കുറവ് വരും എന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും, ജലം അത്രയ്ക്ക് മൂല്യമില്ലാത്തൊരു കാര്യമാണോ ഈ അഖിൽ മാരാറിന്റെ കണ്ണിലെന്ന് പോലും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടല്ലേ അവർ മാപ്പ് ചോദിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ തിരികെ കൊടുക്കണം, ഇത് വീണ്ടും ഒന്ന് പരിശോധിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ഇന്ത്യ എടുത്ത് ചെയ്യുന്നത്. അപ്പോഴാണ് അഖിൽ മാരാർ യാതൊരു തരത്തിലും പാകിസ്ഥാൻ ഒരു തരത്തിലും മുട്ടുമടക്കിയിട്ടില്ല, ഇന്ത്യയാണ് മുട്ടുമടക്കി എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ പറയുന്ന വായ്ത്താളം അടിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോയിരുന്ന അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കുറേ കാര്യങ്ങളോടൊക്കെ ഞാനും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന വ്യക്തിയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന കണക്ക് ഇതിനകത്ത് കിടക്കുന്ന കുറേയധികം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ അല്ല ഈ പറഞ്ഞ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രാജ്യവിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞത് മറ്റൊരു തരത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യം പോലും ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതാണ് എന്ന് ഒരാൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന സമയത്ത് അയാൾ രാജ്യദ്രോഹിയായിട്ട് തന്നെ മാറും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു നീതിയാണ്. സ്വാഭാവികമായിട്ടും പറയുന്ന സമയത്ത് 100 വട്ടം ആലോചിച്ചും കണ്ടും വേണ്ട പറയേണ്ട ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന അഖിൽ മാരാരുടെ ഒരു രീതി എന്ന് പറയുന്നത് എപ്പോഴും താൻ പറയുന്നത് മാത്രമാണ് ശരി അല്ലെങ്കിൽ താൻ പറയുന്ന വാദങ്ങൾ മാത്രമാണ്, അതിൽ യാതൊരു തരത്തിലുള്ള ഇതുമില്ല. കാരണം എപ്പോഴും ഈ ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ കേസ് ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തനിക്ക് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും വേണമെന്ന് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും. കാരണം ബിഗ് ബോസിൽ നിന്ന് വിന്നറായി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് മുൻപ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള രീതിയിലൊന്നുമല്ല പിന്നീട് അദ്ദേഹത്തിന് ജീവിച്ച് കണ്ടിട്ടുള്ളത്. അത് പല കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം സ്വന്തം ജീവിതത്തിൽ പോലും പറഞ്ഞ മൂല്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയൊക്കെ വലിച്ചൊഴിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് എന്ത് മൂല്യം കൊടുക്കും അതിന്റെ ഒന്നും കാര്യം നോക്കണ്ടില്ല. അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന രാജ്യത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എന്ന കാര്യത്തിലേക്ക് എടുക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ ട്രംപ് എന്നൊരു സംഭവത്തിന് എടുത്ത് പ്ലേ കാർഡ് ആക്കേണ്ട കാര്യമില്ല. കാരണം ട്രംപിന്റെ ഒരാഴ്ചയായിട്ടുള്ളൊരു നീക്കം എന്ന് പരിശോധിച്ചാൽ ഏകദേശം ഒരു ലോക നേതാവ് എന്ന പദവിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള കുറേയധികം നാടകീയ മുഹൂർത്തങ്ങൾ ട്രംപ് സമ്മാനിപ്പിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം വാർത്ത കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും ചൈനയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറക്കുമതി കയറ്റുമതിയുമായിട്ടുള്ള തീരുവയുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ ഇതൊക്കെ സോൾവ് ആയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് പിന്നാലെ കൂടിക്കാഴ്ച പല രീതിക്ക് പല രാജ്യങ്ങളുമായിട്ട് ട്രംപ് നടത്തിയിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഓക്കെ വരുന്നുണ്ട്. അതായത് ട്രംപ് ഭയങ്കര സമാധാനപരമായിട്ട് പീസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അത് വേറൊരു രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സൗദി അറേബ്യയുടെ കിരീടാവകാശി അത്രയും മഹത്തായ വ്യക്തിയാണ്, നല്ല ആളാണെന്നുള്ള രീതിക്കൊക്കെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ സമാധാനം ആഗ്രഹിക്കുന്ന അഭ്യുദയകാംക്ഷയായിട്ട് ട്രംപ് മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പോലും നോക്കാതെ ട്രംപ് എന്തോ ഒരു കാര്യം പറഞ്ഞു, അത് കേട്ട് ഇന്ത്യ മുട്ടുമടക്കി എന്നൊക്കെ വന്ന് വിളിച്ചു പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസവും കൂടെ ഒന്ന് കാത്തിരിക്കാണ്. എന്തെങ്കിലും ഒരു കാര്യം കൈ കിട്ടുമോ, ഒരു തെളിവെങ്കിലും ഇല്ലാതെ ഇത്രയും വലിയ വിഷയങ്ങളിലൊന്നും നമ്മൾ പോകാൻ പാടില്ല എന്ന് നമ്മളിവിടെ ഇന്ത്യക്കകത്ത് നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിനകത്ത് നടക്കുന്ന ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ അല്ല. ഇന്ത്യ 3ാം കക്ഷിയുടെ സഹായം തേടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർക്കെങ്കിലും മുമ്പിൽ മുട്ടുമടക്കിയോ അതിലപ്പുറത്തേക്ക് ഇന്ത്യ പാകിസ്ഥാനെതിരെ എന്ത് ചെയ്തു, വിരണ്ടോടിയോ, ഇന്ത്യൻ സൈനികർ എന്താണ് ചെയ്തത്, അതിർത്തിയിൽ പോയി കുട്ടിയും പോലും കളിക്കുന്നത് പോലത്തെ പ്രവൃത്തി ചെയ്യുന്നതിനോടൊക്കെ ഉപമിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യ സൈന്യത്തെ അവഹേളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിന്റെ വില കൊടുക്കേണ്ടി വരുമെന്ന് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ആലോചിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അതിനൊക്കെ ഉള്ള വിവരമുള്ള ഒരു വ്യക്തി തന്നെയാണ് അഖിൽ മാരാർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മറ്റൊരു കാര്യം, ഞാൻ ഇന്ന് കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത്
നമുക്കറിയുന്ന കാര്യമാണ്. ഈ പറയുന്ന BJP നേതാവ് മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ഉരുക്ക് വനിത അല്ലെങ്കിൽ ഝാൻസി റാണിയോടൊക്കെ രണ്ടുപേരെ ഉപമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത്. അത് എപ്പോഴുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ഉപമിച്ച് ഭയങ്കരമായിട്ട് ഈ പറയുന്ന അഭിനന്ദിച്ച് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് വലിച്ച് താഴെ ഇറക്കുന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ ശീലമാണെന്ന് പറയുന്നത്. അപ്പം അത്രയും ഉയർത്തി പറഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന മറ്റൊരു തരത്തിലേക്ക് മതവുമായിട്ടൊക്കെ കൂട്ടിക്കലർത്തി അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലേക്ക് തരം താഴ്ത്തി പറയുക. അതിനുശേഷം വെറും ഒരു മാപ്പ്, 1 2 ഞാൻ 10 മാപ്പ് വരെയൊക്കെ പറയാമെന്നൊക്കെ BJP നേതാവ് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതും അതിൻ്റെയൊക്കെ വകുപ്പിലേക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് നാവുണ്ടെങ്കിൽ എന്ത് വൃത്തികേടും വിളിച്ച് പറഞ്ഞിട്ടൊരു മാപ്പ് പറഞ്ഞാൽ മതിയെങ്കിൽ ഇവർക്കൊക്കെ അത് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നീതി എന്ന് പറയുന്ന സമയത്ത് ഒരുപോലെ നടപ്പിലാക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് ഈ ഒരു അവസ്ഥ അവരെ അത്രയും ഈ ഒരു ഒരു പൊസിഷനിലേക്ക് ആ ഒരു വ്യക്തി, ആ ഒരു സ്ത്രീ എത്തപ്പെടാൻ വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരുപാട് ജീവിത കാര്യങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്രയും അവഹേളിച്ച് പറയുന്ന സമയത്ത് അത് വെറൊരു മാപ്പിൽ ഒതുക്കേണ്ട കാര്യമൊന്നുമല്ല. അപ്പം എല്ലാവർക്കും ഒരേപോലെ തന്നെ നീതി ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് പറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇതുപോലെ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്ന സമയത്ത്, രാജ്യത്തെക്കുറിച്ച് ഇകഴ്ത്തി പറയുന്ന സമയത്ത് 2 അല്ല പലവട്ടം ചിന്തിക്കേണ്ടതുണ്ട്.